ഹമാസിന് ട്രംപും അമേരിക്കയും നടപ്പിലാക്കിയ ഡിമാൻഡ് അംഗീകരിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ മണിക്കൂറിനകം ഹമാസ് ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ലോകത്തിന് ധാരണയുണ്ടെങ്കിൽ പോലും ഹമാസ് ഇതിനോട് ഇനി എങ്ങനെ പ്രതികരിക്കും എന്നത് സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഹമാസ് ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമോ എന്നത് നമുക്കെല്ലാവർക്കും ആകാംക്ഷയുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ നിർണായകമായേക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൽ ഹമാസിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് 2 ദിവസത്തിനകം വ്യക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് മാത്രമാണ്. മുതിർന്ന ഹമാസ് നേതാവിൻ്റെ ഒരു പ്രതികരണം ഇതിനോടനുബന്ധിച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതിനായി തങ്ങളുടെ യോഗ നടപടികൾ നടക്കുകയാണ് എന്നും എന്നാൽ ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്ന ഹമാസ് നേതാവ് ട്രംപിൻ്റെ ഭീഷണിയെ വകവെക്കാതെയാണ് സംസാരിച്ചിരിക്കുന്നത് എന്നത് നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നത് 4 ദിവസം ഹമാസിന് തരും, ഇതിനകം മറുപടിയില്ലെങ്കിൽ പിന്നെയെല്ലാം നെതന്യാഹുവിൻ്റെ കയ്യിലായിരിക്കും എന്നാണ്. പിന്നെ അവിടെ എന്താണ് സംഭവിക്കുക എന്നത് നിർവചിക്കാൻ കഴിയില്ല എന്നൊരു ഭീഷണിയുടെ സ്വരമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനി എന്താണ് ഒരു ഗാസയിൽ ചെയ്യാൻ കഴിയുക? കുറെ കൂടി ആളുകളെ കൊല്ലാൻ കഴിയുമായിരിക്കും എന്നതിനപ്പുറത്തേക്ക് എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക എന്നത് മറ്റൊരു ചോദ്യമുണ്ട്. എന്നാൽ ഹമാസ് നേതാവ് നൽകിയ ഒരു മറുപടിയുണ്ട് ട്രംപിന്. ഫലസ്തീൻ പ്രതിരോധത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഹമാസിന് ഫലസ്തീൻ ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. സമയം നമ്മുടെ കഴുത്തിൽ ചൂണ്ടിയിരിക്കുന്ന വാളാണെന്ന യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ഈ പദ്ധതിയെ കൈകാര്യം ചെയ്യുന്നത് എന്ന കൃത്യമായ രാഷ്ട്രീയ മെസ്സേജായിരുന്നു ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ നേതാവായിട്ടുള്ള മുഹമ്മദ് നസാൽ ട്രംപിന് നൽകി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെ 20 ദിന മാർഗനിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വച്ചിരുന്നത്. ബന്ദികളുടെ കൈമാറ്റം, ഗാസയുടെ പുനർനിർമ്മാണം, ഹമാസിനെ പുറത്താക്കൽ, ഗസയെ നിരായുധീകരിക്കൽ തുടങ്ങിയവയാണ് ട്രംപിൻ്റെ പദ്ധതിയിലുള്ള 20 കാര്യങ്ങൾ. ഗാസയിലെ സമാധാനം എന്ന നിലയിലും ദുരിതത്തിനും അക്രമത്തിനും അറുതിയുണ്ടാവുക എന്ന നിലയിലും പ്രത്യക്ഷത്തിൽ ലോകത്തിന് മുൻപിൽ മികച്ച ഒരു പദ്ധതി എന്ന് തോന്നിപ്പിക്കാൻ ട്രംപിനും നെതന്യാഹുവിനും കഴിഞ്ഞു എന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. മാത്രമല്ല ഗസയെ ചൊല്ലി അറബ് രാഷ്ട്രങ്ങളും യൂറോപ്പും എല്ലാം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അറബ് രാഷ്ട്രങ്ങൾ മാത്രമായിരുന്നു പുകഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇത്തവണ യൂറോപ്പ് കൂടി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതിഷേധങ്ങൾ ഓരോ രാജ്യങ്ങളുടെയും ക്യാപിറ്റലുകളിൽ നടക്കുന്നു. വലിയ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ വരുന്നു. അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധ മുന്നണികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഗ്ലോബൽ ഫ്ലോട്ടില പോലെയുള്ള യാത്രകൾ നടക്കുന്നു. ഇനിയും ഫ്ലോട്ടിലകൾ നടക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ന് ഫ്ലോട്ടിലകളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എല്ലാ ബോട്ടുകളും കസ്റ്റഡിയിലെടുത്ത് ഒരു ബോട്ട് ഒഴികെ ആ ബോട്ട് കുറച്ച് പിറകിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ തീര പരിധിയുടെ 87 കിലോമീറ്ററുകൾക്കപ്പുറത്ത് വെച്ചാണ് എല്ലാ ബോട്ടുകളെയും ഇവർ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ കസ്റ്റഡിയിലെടുത്ത ആളുകളെ ഒന്നുകിൽ തിരികെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിവിടം കൊണ്ട് നിൽക്കില്ല. ഈ ഒരു ഫ്ലോട്ടില യാത്ര ലോകത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ അഷ്ടദിക്കുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ എന്നിവയിലെല്ലാം പ്രതിഷേധവും കൃത്യമായിട്ടുള്ള സമരങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഈ രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾക്ക് മറുപടി പറയേണ്ടി വരികയും അവർക്ക് പല തീരുമാനങ്ങളും, കാരണം യൂറോപ്പിലെ പല പ്രബല രാജ്യങ്ങളും ഈ ഇസ്രയേലിനെ സഹായിക്കുന്ന പല തരത്തിലുള്ള ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്നുണ്ട്. ഇതൊക്കെ നിർത്തിവെക്കണം എന്ന തരത്തിലൊക്കെ ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ രാഷ്ട്രത്തിനത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം നേരത്തെ അറബ് രാഷ്ട്രങ്ങളിൽ മാത്രമായിരുന്നു പ്രതിരോധമുണ്ടാക്കിയിരുന്നതെങ്കിൽ ഇത്തവണ യൂറോപ്പിനെ കൂടി അത് ബാധിച്ചു എന്നത് നമ്മളിവിടെ കണ്ടറിയണം. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആളുകളുടെ ഈ ഒരു പ്രതിഷേധങ്ങൾ കുറഞ്ഞു വരും എന്ന് ഈ ആളുകൾ ഭരണകർത്താക്കൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഹമാസിന് മേൽ തൽക്കാലം ഒന്ന് യുദ്ധം അവസാനിപ്പിക്കാനും അവിടുത്തെ ആളുകൾക്ക് ഒരു സമാധാനത്തോടു കൂടിയുള്ള ജീവിതവും വെടിയൊച്ച നിൽക്കുന്ന പകലിരവുകൾ സാധ്യമാക്കാനുമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ അത് തങ്ങളുടെ രാജ്യത്ത് കൂടി തങ്ങൾക്കത് ഗുണകരമാവും എന്നതുകൊണ്ട് ഹമാസിന് മേൽ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം രാഷ്ട്രങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിന് അറുതിയുണ്ടാവണമെങ്കിൽ ഹമാസ് ഈ ഡിമാൻഡ് അംഗീകരിക്കണം. ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ പ്രധാനമായും അറബ് രാഷ്ട്രങ്ങൾ സ്വീകരിച്ചിരിക്കുക. യഥാർത്ഥത്തിൽ ഹമാസിനെ പ്രതിരോധത്തിലാക്കുന്ന പദ്ധതിയാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പദ്ധതി അംഗീകരിക്കപ്പെട്ടാൽ ഫലത്തിൽ ഹമാസ് എന്ന് പറയുന്നത് ചിത്രത്തിലുണ്ടാവില്ല.
ഗാസയും ഫലസ്തീനും ആഗ്രഹിക്കുന്നത് സ്വതന്ത്ര രാഷ്ട്ര പദവിയും സമാധാനവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ 7 സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഹമാസിൻ്റെയും ഫലസ്തീനികളുടെയും ആഗ്രഹവും പോരാട്ടവും ഇതിന് തന്നെയായിരുന്നു. പുതിയ കൊളോണിയൽ ഭരണം ഗാസയിൽ നടപ്പിലാക്കാനാണ് ട്രംപിൻ്റെ 20 പദ്ധതിയിലെ ഒരു പദ്ധതി. അത് വന്നു കഴിഞ്ഞാൽ എന്തിനാണോ ഹമാസും ഫലസ്തീനികളും ഇത്രയും കാലം പോരാടിയത് അത് തീർത്തും അപ്രസക്തമാവുകയും അസ്ഥാനത്താവുകയും ചെയ്യും. മാത്രമല്ല, വെസ്റ്റ് ബാങ്ക് പോലെ ഗാസ കൂടുതൽ ബന്ധിതമാക്കപ്പെടും. വെസ്റ്റ് ബാങ്കിൽ നമുക്കറിയാം, ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ ചങ്ങലകളാൽ ബന്ധപ്പെട്ട വലിയ ഇരുമ്പ് മറകളാൽ സൃഷ്ടിക്കപ്പെട്ട പല തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകൾ കടന്നുകൊണ്ട് വേണം അവിടേക്ക് പോകാൻ. അതുപോലെ ഇസ്രയേലിൻ്റെ ഒരു കിരാതമായ കരിനിയമം അവിടെ ഉണ്ടാക്കപ്പെടും എന്നതാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഹമാസ് ഈ കുതന്ത്രത്തിന് കൂട്ടുനിൽക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. ട്രംപിൻ്റെ പദ്ധതി ഇസ്രയേലിന് മാത്രം ഗുണകരമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഹമാസ് ഈ പദ്ധതി അംഗീകരിച്ചു കൊള്ളുകയില്ല എന്ന് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അത്രയും. അതിനിടെ ഹമാസിന് മേൽ സമ്മർദ്ദം ശക്തമാക്കാൻ ഈജിപ്തും ഖത്തറും തുർക്കിയും നിരന്തരമായി ഇടപെടുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരികയാണ്. ഏതായിരുന്നാലും ഹമാസ് ഇല്ലാത്ത ഒരു ഫലസ്തീൻ, ഹമാസ് ഇല്ലാത്ത ഒരു ഗാസ അത് ചിത്രത്തിലുണ്ടാകില്ല. അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്രയേലിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്ന് മാത്രമല്ല, ദ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ ഒരു കൊടും ചതിയുടെ പദ്ധതി നടപ്പിലാക്കാൻ അവർക്കധികം നാളുകളൊന്നും പിന്നെ വേണ്ടി വരില്ല. എന്തായിരുന്നോ ഇസ്രയേലിൻ്റെ രൂപീകരണ കാലത്ത് ബ്രിട്ടനും അമേരിക്കയും നടപ്പിലാക്കിയിരുന്ന കൊലച്ചതി, അതിൻ്റെ മറ്റൊരു വേർഷൻ ഈ ഒരു കാലഘട്ടത്തിലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിനോട് ഇനി ലോകരാഷ്ട്രങ്ങൾ അങ്ങനെയല്ല, ഹമാസിനെ അംഗീകരിക്കുന്നത് മാത്രമല്ല, ഹമാസിന് ആയുധങ്ങൾ നൽകുന്ന ഇറാനെ പോലെയുള്ള, യമനെ പോലെയുള്ള, ലെബനാനെ പോലെയുള്ള രാഷ്ട്രങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും അവർക്ക് ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളൊക്കെ എന്തായിരിക്കും ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും ഇതൊരു വലിയ ചതിയാണ്. ആ ചതിയിൽ ഹമാസ് വീഴുമോ എന്നതറിയാൻ നമുക്ക് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. Waytonikah.com, the exclusive Muslim matrimonial site.